എത്രമാത്രം കരുത്തോടു കൂടിയിട്ടാണ്, എത്രമാത്രം തീഷ്ണതയോട് കൂടിയിട്ടാണ് സർഗാത്മകതയുടെ ലോകത്തെ സാബു നോക്കിക്കണ്ടത്. സൗഹൃദത്തിന്റെ ആഴങ്ങൾക്ക് വില കൽപ്പിച്ച്, അതുപോലെ തന്നെ എഴുത്തുകൾക്ക്, നമുക്കറിയാം യക്ഷി ക്രിയേഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് സാബുവിന്റെ ആ ഡിസൈനിങ് കമ്മിറ്റിയുടെ ശീർഷകം തന്നെ. അതിലൊരു ഫാന്റസി ഉണ്ട്. ആ ഫാന്റസിയെ അതുപോലെ തന്നെ സാബുവിന്റെ മനസ്സ് ഈ കലയുടെ വല്ലാത്ത വലിയൊരു ലോകങ്ങളിലേക്ക്, ആകാശങ്ങളിലേക്കൊക്കെ ചിറകടിച്ച് പറന്ന മനസ്സായിരുന്നു. വലിയ നഷ്ടം തന്നെയാണ് സാബുവിന്റെ ഒരു സൗഹൃദം നഷ്ടപ്പെടുന്നു എന്നുള്ളത് മാത്രമല്ല, പുതിയ ചിന്തകളുടെ നെരിക്കോടുകൾ സമൂഹത്തിലേക്ക് കടത്തിവിടാനും അതിൽ നിന്നുണ്ടാകുന്ന അഗ്നിയുടെ വെളിച്ചം പ്രകാശിപ്പിക്കാനും കഴിയുന്ന സർഗാത്മകതയുടെ കരുത്തുള്ള ഒരാളാണ് നമുക്കിടയിൽ നിന്ന് വിട പറഞ്ഞത്. വിട പറച്ചിലിന്റെ സമയത്താണ് നമ്മൾ ചില ശൂന്യതകളെ കുറിച്ച് മനസ്സിലാക്കുക. ഇപ്പൊ നമ്മളിപ്പോ സാബുവിനെ അനുസ്മരിക്കുന്നതുകൊണ്ട് സാബു എന്ന് പറയുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരന്, കലാകാരനൊന്നും നേടാനൊന്നുമില്ല. പക്ഷെ സാബു കടന്നുപോയ വഴികളിൽ സർഗാത്മകതയുടെ നേരുണ്ടായിരുന്നു എന്നും ആ നേരുകൾക്ക് വലിയ ചൂടും തീഷ്ണതയും ഉണ്ടായിരുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സാബുവിന്റെ നേരുള്ള സൗഹൃദത്തിന്റെ, സ്നേഹത്തിന്റെ ഒക്കെ ഓർമ്മകളാണ് ഇപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരുന്നത്.